ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇപ്പോൾ നാട്ടിലാണ്. വെസലിൽ നിന്ന് ഞാൻ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പഴയ വിൻറ്റേജ് ഒരു കാറിനെ കുറിച്ചാണ്. ഇതിൻ്റെ മോഡൽ വന്നിട്ട് മോറീസ് മൈനർ എന്നാണ്. നമുക്ക് കാർ കാണാം. ഇത് മോറീസ് മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് ബ്രിട്ടനിലെ മോറീസ് മോട്ടേഴ്സാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര റെയറാണ്. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചേട്ടായി കൂടെയാണ് ഇതിൻ്റെ ഓണർ. പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് വണ്ടിയിലെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, ഇത് പഴയ ഒരു സ്റ്റൈലാണ്. അപ്പോൾ പണ്ടത്തെ നമ്മൾ ഈ റൗണ്ട് വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റാണ് പണ്ട് നമ്മൾ പഴയ അംബാസഡറിൽ നോക്കിയാലും ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനും ഹെഡ്ലൈറ്റ് വന്നിട്ട് റൗണ്ട് ഇതിലാണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ നോക്കിയാലും നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുള്ളത്. ഇതാണ് നമ്മൾ പഴയ മോറീസ് മൈനറിൻ്റെ ലോഗോ വരുന്നത്. ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് മിറർ എന്ന് പറയുന്നത് ബോണറ്റിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഇപ്പോഴത്തെ വണ്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് വരും. പഴയ മോഡലിന് ഇങ്ങനെയാണ് മിറർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, പഴയ KSRTC ബസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള സാധനം. ഇത് എയർ ഹോൺ എന്ന് പറയും. ഇതിന് വന്നിട്ട് നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ഇത് ആവശ്യമില്ല. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ സൗണ്ട് കറക്റ്റായി കേൾക്കാൻ പറ്റും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇപ്പോഴാണ് നമ്മൾ വണ്ടികൾക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നത്. ഇൻഡിക്കേറ്റർ എന്നുള്ള പേര് വന്നത് ഈ കാലം. പക്ഷേ പഴയ മോഡൽ വണ്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കേറ്റർ എന്നാണ് ഈ ഇൻഡിക്കേറ്ററിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇതിന് ട്രാഫിക്കേറ്ററാണ്. ചെറിയൊരു വിങ്സ് പോലത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ട്രാഫിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ഇപ്പോൾ റൈറ്റിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഈ വിങ് പോലെ ഇതിങ്ങനെ ഓപ്പൺ ആവും. എന്നിട്ട് ഇതിലൊരു ലൈറ്റ് ബ്ലിങ്ക് ആവും. അതാണ് ട്രാഫിക്കേറ്ററായിട്ട് ഇവർ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വെച്ചാൽ ഈ വണ്ടിയിൽ മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്ത സമയത്ത് ഇതിലുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ 90% ഇതിൻ്റെ ഒറിജിനൽ പാർട്സാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് ബ്രിട്ടൻ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. ഇതിന് മെയിനായിട്ടുള്ള പാർട്സുകളെല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്തവർ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. വണ്ടി ഓടിക്കാനും നല്ല നോർമലായിട്ട് ഓടിക്കാനും നല്ല സ്മൂത്തായിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ബാക്ക് ഡിസൈനിലോട്ടാണ് വരുന്നത്. ബാക്ക് സൈഡൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിക്കിയാണ്. ഈ കാറിൻ്റെ മോറീസ് മൈനറിൻ്റെ ഡിക്കി മോഡലിലാണ് വരുന്നത്. ഇത് നമ്മൾ മോറീസ് മൈനറിൻ്റെ ലോഗോയാണ്. ഇങ്ങനെ ശരിക്കും നമ്മളൊരു മിനി കൂപ്പറിൻ്റെ ലോഗോയായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ബമ്പർ നമ്മൾ പഴയ മോഡൽ അംബാസഡർ കാറിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ബമ്പർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെയിം അതുപോലത്തെ ഒരു ബമ്പറാണ് ഈ വണ്ടിക്കും വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പെട്രോൾ ടാങ്കാണ്. ഇത് പെട്രോളാണ് വണ്ടി. പഴയ ചെറിയ വണ്ടികളെല്ലാം പെട്രോളായിരുന്നു. അപ്പോൾ ഇത് മോറീസ് മൈനർ എന്ന് പറയുന്നത് പെട്രോളാണ് ഇതിൻ്റെ ഫ്യൂവല്. അതുപോലെ ഈ പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇത് ലോക്കായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ജസ്റ്റ് ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തുറക്കാൻ പറ്റും. ഇതിൽ പെട്രോൾ ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് അതുപോലെ പ്രസ് ചെയ്യുക, ലോക്കാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ നമുക്ക് എടുത്ത് പറയാൻ കണക്കാക്കിയിട്ട് ഉള്ളത് ഇതിൻ്റെ ടയേഴ്സാണ്. ഇത് വന്നിട്ട് പണ്ട് ഓൾഡ് ടയറിലാണ് ഇങ്ങനെ ഉള്ള ഒരു വൈറ്റ് കളർ ബോർഡർ വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീൽ കപ്പ് ആയാലും ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പഴയ അംബാസഡർ കാറിലൊക്കെയാണ് ഇങ്ങനെയുള്ള വീൽ കപ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പഴയ ഒരു തനിമ നമ്മൾ ഇപ്പോഴും ഒട്ടും കുറയ്ക്കാതെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇതായിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന
ഓടിക്കുന്നത് പറഞ്ഞിട്ട് നമുക്ക് ഒരു നോർമലായിട്ട് നമ്മളൊരു വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കുന്ന ലെവലിൽ തന്നെയാണ്. പിന്നെ ഇതിനകത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് AC അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെതായ ചൂടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്താണ്. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം.